നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴക്കാവ് ക്ഷേത്രത്തിൽ ജനറേറ്റർ കേബിൾ മോഷണം, പ്രതി പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു മണ്ഡൽ തെളിവെടുപ്പ് നടത്തി. പായിപ്രയിൽ പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു, സ്ഥലത്ത് സന്ദർശനം നടത്തിയ അധികൃതർ. മതിലിടിഞ്ഞു വീണ സലീമിന്റെ വീടും സ്ഥലവും പ്ലൈവുഡ് കമ്പനി ഏറ്റെടുക്കാൻ തീരുമാനം. മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം. ദീപാലങ്കാര പ്രഭയിൽ ത്രിവേണി സംഗമതീരം. 3 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി കവയത്രി അംബികയുടെ കവിതാ സമാഹാരം അകം പ്രകാശനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ KG പൗലോസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സിനിമാ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മത്സരം നടക്കുന്നത് 4 വേദികളിലായി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ കവക്ഷേത്രത്തിൽ നിന്നും ജനറേറ്റർ കേബിൾ മോഷ്ടിച്ച പ്രതി പോലീസ് പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു മണ്ഡലാണ് പിടിയിലായത്. മൂവാറ്റുപുഴക്കാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ജനറേറ്ററിന്റെ കേബിളുകൾ മോഷ്ടിച്ച പ്രതി പോലീസ് പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി വിഷ്ണു മണ്ഡലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന 140 മീറ്ററോളം കേബിളുകളാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം പോയത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. പകൽ മുഴുവൻ മറ്റൊരു ജോലിയുമില്ലാതെ റൂമിൽ കിടന്നുറങ്ങുന്ന പ്രതി അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞാണ് മോഷണം നടത്തി വന്നിരുന്നത്. മൂവാറ്റുപുഴക്കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ വൈദ്യുതിയും ജനറേറ്ററുമായി യോജിപ്പിച്ചിരുന്ന ഭാഗത്തെ കേബിളുകളാണ് മോഷണം പോയത്. 140 മീറ്ററോളം കേബിളാണ് പ്രതി മോഷ്ടിച്ചത്. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് പ്രതി കേബിളുകൾ മോഷ്ടിച്ചത്. 40,000-ഓളം രൂപ വില വരുന്ന കേബിളുകളാണ് നഷ്ടമായത്. കേബിളുകളുടെ അവശിഷ്ടങ്ങൾ വെള്ളിയാഴ്ച ക്ഷേത്രത്തിന് സമീപമുള്ള പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മോഷണം മുതൽ വാങ്ങുന്ന മാഫിയ പ്രദേശത്തുണ്ടെന്നും അവരെ കൂടി പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്രം ഭാരവാഹി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു. ഏതായാലും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ക്ഷേത്രസമിതിക്കെല്ലാം അങ്ങേറ്റം സന്തോഷമുണ്ട്. 22-ാം തീയതി രാത്രി നടന്ന മോഷണമാണ്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസ് പ്രതിയിലേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. ഈ അന്വേഷണം ഈ പ്രതിയിൽ നിർത്താതെ ഇത്തരം മോഷണ മുതലുകൾ കൈപ്പറ്റുന്ന അതൊരു സുവർണാവസരമായി കണ്ട് അത് വാങ്ങിക്കുന്ന ഒരു മാഫിയ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാവും. മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാവും. അത്തരം ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തണം. ഇത് ഇയാൾ ആർക്കാണ് കൊടുത്തത്, അത് സ്ഥിരമായി ഇത്തരം മോഷണ മുതലുകൾ വാങ്ങുന്ന ആളുകളുണ്ടാവും, അവരിലേക്ക് എത്തണം. അവരെ പ്രതി ചേർത്തുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങണം. SI-മാരായ PB സത്യൻ, PC ജയകുമാർ, SI എൽദോസ് PV, സീനിയർ CPO-മാരായ ബിബിൽ മോഹൻ, ശശികുമാർ, അജിം സാറോ, CPO ശ്രീജു രാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്രയിൽ പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ സ്ഥലത്ത് സന്ദർശനം നടത്തി അധികൃതർ. മതിൽ ഇടിഞ്ഞു വീണ സലീമിന്റെ വീടും സ്ഥലവും കമ്പനി ഏറ്റെടുക്കാൻ തീരുമാനമായി. പായിപ്രയിൽ നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പായിപ്ര പഞ്ചായത്ത് 10-ാം വാർഡിൽ വാരിക്കാട്ട് കവല കിഴക്കേക്കടവ് കനാൽ ബണ്ട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പ്ലൈവുഡ് കമ്പനിയുടെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ മതിലാണ് വ്യാഴാഴ്ച വൈകിട്ട് 4-ഓടെ ഇടിഞ്ഞു വീണത്. 75 അടിയോളം ഉയരമുള്ളതും 150 അടിയോളം നീളമുള്ളതുമാണ് തകർന്ന മതിൽ. പ്ലൈവുഡ് കമ്പനിയോട് ചേർന്നുള്ള വാരിക്കാട്ട് സലീമിന്റെ വീടിന്റെ വർക്കേരിയയുടെ മുകളിലേക്കാണ് കല്ലും മണ്ണും പതിച്ചിരിക്കുന്നത്. മതിലിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശത്തെത്തിയ അധികൃതരോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീട്ടുകാർ അറിയിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ സലീമിന്റെ വീട് പൂർണ്ണമായും വിലയ്ക്ക് കമ്പനി ഏറ്റെടുക്കാമെന്നും മറ്റ് വീടുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ നടത്താമെന്നും പഞ്ചായത്ത് അധികൃതരുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ഉൾപ്പെടെയാണ് പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. സലീമിന്റെ സ്ഥലവും വീടും ഏറ്റെടുക്കാമെന്ന് കമ്പനി അധികൃതരുമായി മുദ്രപത്രത്തിൽ കരാർ വയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞുപോയത്. 1.5 വർഷം മുൻപും ഇവിടെ കല്ലും മണ്ണും ഇടിഞ്ഞ് ഇതേപോലെ അപകടം സംഭവിച്ചിരുന്നു. പ്രദേശവാസികൾ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും യാതൊന്നും ഫലവത്തായില്ല. ഇത്തവണ വീടുകളിൽ ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത്.
കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴക്കാർ കാത്തിരുന്ന മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ത്രിവേണി സംഗമം നടപ്പാതിൽ 3 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ലോക ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും നിർമ്മല കോളേജ് ടൂറിസം വിഭാഗവും ചേർന്ന് മൂവാറ്റുപുഴ നഗരസഭയും എറണാകുളം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ത്രിവേണി സംഗമം നടപ്പാതിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ PP എൽദോസ് നിർവഹിച്ചു. മൂവാറ്റുപുഴ ആറിന് പൊതുവെ റിവർ ടൂറിസവുമായി ബന്ധപ്പെട്ട് പാർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിലാണ്. ഈ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ഈ കൗൺസിലിന് ശേഷം വരുന്ന നഗരസഭാ കൗൺസിൽ അത് ആരുടേതായാലും ഈ കടവിൽ ത്രിവേണി സംഗമത്തിന് 3 കരകളെയും ബന്ധിപ്പിച്ച് ഒരു തൂക്കുപാലം നിർമ്മിക്കാനുള്ള ഈ നാട്ടുകാരുടെ ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമമുണ്ടാകണം എന്ന് സൂചിപ്പിച്ച് എൻ്റെ പ്രദേശവാസികൾക്ക് അതുപോലെ എൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മൂവാറ്റുപുഴ റിവർ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാനും മൂവാറ്റുപുഴ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ അമൽ ബാബു, കാവുമ്പടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോയി പോൾ മേക്കൽ, പുഴക്കരക്കാവ് ക്ഷേത്രം സമിതി സെക്രട്ടറി കൃഷ്ണമൂർത്തി, മൂവാറ്റുപുഴ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് മാത്യു, നമ്മുടെ മൂവാറ്റുപുഴ സെക്രട്ടറി ജേക്കബ് തോമസ്, ബിജു നാരായണൻ, പ്രമോദ് കുമാർ മംഗലത്ത്, അഡ്വക്കേറ്റ് MS സജിത്, KP ജോയി, ബെജി പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റിൽ വിവിധ മത്സരങ്ങളും പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. നടപ്പാത മുഴുവൻ ദീപാലങ്കാരം, നാടൻ ഭക്ഷണശാല, കാർഷിക സ്റ്റാൾ ഉൾപ്പെടെയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:30 സെറിമണി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ്, ഞായറാഴ്ച വൈകിട്ട് 6:30 ഷാനു പട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള മൂവാറ്റുപുഴ സൂപ്പർ ബീറ്റ്സ് ഗാനമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കവയിത്രി അംബികയുടെ കവിതാ സമാഹാരം അകം പ്രകാശനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ KG പൗലോസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കവയിത്രി അംബികയുടെ കവിതാ സമാഹാരം അകം പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ KG പൗലോസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രദീപ് പൈമ പുസ്തകം ഏറ്റുവാങ്ങി. ഈ കവിത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കവിയും വായനക്കാരനും തമ്മിലുള്ള കോൺട്രാക്റ്റ്, അവർ തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്, അവർ തമ്മിലൊരു ഉടമ്പടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ഉടമ്പടി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാം മനുഷ്യർ എന്ന നിലയിൽ മാംസശരീരം, അതാണ് നമ്മളെ മനുഷ്യനെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് പറയുക. പക്ഷേ ഈ മാംസശരീരം എന്ന് പറയുന്നത് മറ്റൊരു ശരീരത്തിൻ്റെ സംഭരണി മാത്രമാണ്. മറ്റൊരു സംഭവത്തിന് ഇങ്ങനെ പിടിക്കാനുള്ളതാണ്. അത് നമ്മുടെ വികാരങ്ങളാണ്, അത് വൈകാരികമാണ്. ഈ വൈകാരികമായ ഒന്നിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഈ മാംസശരീരത്തിൻ്റെ ചുമതല, ലക്ഷ്യം. എഴുത്തുകാരിയും പ്രഭാഷകയുമായ സിന്ധു ഉല്ലാസ് പുസ്തകം പരിചയപ്പെടുത്തി. കവിയും ചിത്രകാരിയുമായ കുഞ്ഞുമോൾ CN അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം മേഖല ആക്ടിംഗ് സെക്രട്ടറി K മോഹനൻ, മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു, കവിയും ഗാനരചയിതാവും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജയകുമാർ ചെങ്ങമ്മനാട്, ജില്ലാ കമ്മിറ്റി അംഗം കുമാർ K മൊടവൂർ, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസർ സജീവ് കുമാർ V, അംബിക, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ ട്രഷറർ NV പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പേടിക്കപ്പൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. സഹട 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം സിനിമാ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി സ്കൂൾ കലോത്സവം, അറബിക് കലോത്സവം എന്നിവ 4 വേദികളിലായാണ് നടക്കുന്നത്. മത്സരങ്ങളിൽ വിജയികളാകുന്നവർ അടുത്ത മാസം നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. വാളകം പുല്ലാങ്കുടിയിൽ ജോയി PM 60 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3:30 കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ സിബി, കുന്നക്കുരയുടെ ഓലിക്കൽ കുടുംബാംഗം, മകൻ ബിജോ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.